അങ്ങനെ iOS 26ന്റെ അടുത്ത ബീറ്റ 5 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 2.56 GB എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. മിക്കവാറും കുറേ ഡിവൈസുകളിലും പല സൈസ് വേരിയന്റിലാണ് ഈ പറഞ്ഞ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. അത് ഡിപ്പെൻസ് ഓൺ ദ ഡിവൈസ് ആണ്. ആ ഒരു കാര്യം ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട. അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ അപ്ഡേഷൻസും റിലീസ് ചെയ്യുന്നുണ്ട്. വാച്ച് OS, macOS, tvOS എന്നിങ്ങനെ കുറേയധികം പുതിയ ബീറ്റാസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്കറിയണമെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 26 23A 5308G എന്ന്. ഇതാണ് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ പുതിയ ഒരു മോഡേൺ ഫേംവെയർ വന്നിട്ടുണ്ട്. ഈ ഒരു മോഡേൺ ഫേംവെയറാണ് നമ്മുടെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു അപ്ഡേഷൻ്റെ ഏറ്റവും ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് മോർ ബൗൺസി ആയിട്ടുള്ള ഗ്ലാസി എഫക്റ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഫോൺ ലോക്ക് ചെയ്തു, അതിനുശേഷം എൻ്റെ ഫോൺ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആ ഒരു ബൗൺസി ആയിട്ടുള്ള ആ ഒരു ഗ്ലോസി ഗ്ലാസ് ഫിനിഷാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഓവറോൾ UI-ലും ഈ ഒരു ഗ്ലാസി ഫിനിഷ് അല്ലെങ്കിൽ ഈ ബൗൺസി ഗ്ലാസി ഫിനിഷ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൺട്രോൾ സെൻറ്റർ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ബൗൺസി ഫുള്ളി ആയിട്ട് ആ ഒരു UI ബൗൺസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇനി അടുത്ത പേജ് എടുത്തു, അതും ബൗൺസിങ് ഉണ്ട്. നിങ്ങൾക്ക് ഓരോ പേജിലും ആ ഒരു ബൗൺസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കണ്ടോ? ചെറിയൊരു ക്ലട്ടറിങ് ഉണ്ടെങ്കിലും ആ ഒരു ബൗൺസ് ആയിട്ടുള്ള ഫീല് ആപ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓവറോൾ UI-ലും ആ ഒരു ബൗൺസി ആയിട്ടുള്ള ഫീലിംഗ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് സിമ്പിളായ ഒരു മാറ്റമാണ്. പക്ഷേ ആപ്പിൾ അത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തുകൊണ്ടും ഒരു പ്രിവസിയുടെ ഒരു ബെറ്റർ എൻഹാൻസ്മെൻ്റ് ആണ്. നേരെ കൺട്രോൾ സെൻറ്റർ എടുക്കാം. കൺട്രോൾ സെൻറ്ററിൽ നമ്മുടെ ഈ പറയുന്ന സെറ്റിങ്സിൻ്റെ പ്ലാറ്റർ എടുക്കാം. വൈഫൈ ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ സെക്യൂർഡ് ആയിട്ടുള്ള എല്ലാ വൈഫൈ സിസ്റ്റംസിൻ്റെ സൈഡിലും ഒരു ചെറിയ ലോക്ക് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഒരു ചെറിയ മാറ്റമാണെങ്കിൽ പോലും അൺസെക്യൂർഡും സെക്യൂർഡുമായിട്ടുള്ള ഓരോ വൈഫൈ നെറ്റ്വർക്കും ഇതിലൂടെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ അടുത്ത വന്നിരിക്കുന്ന ചേഞ്ച് ക്യാമറയിൽ വന്നിരിക്കുന്ന ഒരു മേജർ മാറ്റമാണ്. കഴിഞ്ഞ അപ്ഡേഷനിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഈ പറഞ്ഞ ക്യാമറ സെറ്റിങ്സ് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന്. കാരണം ഞാനിപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് റൈറ്റിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് ഇതേപോലെ തന്നെ റൈറ്റിലേക്കാണ് പോകുന്നത്. ഈ പറഞ്ഞ ഓപ്ഷൻ എനിക്ക് വലുതായിട്ട് ഇഷ്ടമായില്ല. ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞത് അതൊരു ബഗ്ഗായിരിക്കും എന്നാണ്. പക്ഷെ ആപ്പിൾ അത് ബഗ്ഗായിട്ടല്ല, അതൊരു ഫീച്ചർ അല്ലെങ്കിൽ iOS 26 വന്ന മാറ്റമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറേയധികം കൂട്ടുകാർക്ക് ആ ഒരു ഓപ്ഷൻ ഇൻക്ലൂഡ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സെറ്റിങ്സിൽ നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് ക്യാമറ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ക്ലാസിക് മോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൺ ചെയ്തിടുമ്പോൾ താഴെ തന്നെ ചെറിയൊരു ടെക്സ്റ്റ് ഉണ്ട്, റിവേഴ്സ് ദ സ്ക്രോളിംഗ് ഡയറക്ഷൻ ഓഫ് മോഡ് സ്വിച്ചിങ് എന്നുണ്ട്. ഞാൻ ഇവിടെ ക്യാമറ എടുത്തു. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സ്ലോ ആണ് കിടക്കുന്നത്. ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ വീഡിയോ, ഫോട്ടോ, ഇതേപോലെ പോർട്രേറ്റ്, ഞാൻ എങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുന്നോ അതനുസരിച്ചാണ് ക്യാമറയുടെ മോഡ് ചേഞ്ച് ആവുന്നത്. അതായത് യൂഷ്വലി എനിക്കിഷ്ടമുള്ള പോലെ നമ്മൾ നോർമലി കണ്ടിട്ടുണ്ടാകുന്ന പോലെ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ ക്യാമറ ഫീച്ചേഴ്സിൻ്റെ മോഡ് സ്വിച്ചിങ്ങും ആപ്പിൾ തിരിച്ച് ഒരു സെറ്റിങ്സിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം iOS 26-ൽ കുറേയധികം ലോഗോസും ഐക്കൺസും ആപ്പിൾ അപ്ഡേറ്റ് ചെയ്തു. അതിൽ അപ്ഡേറ്റ് ആവാനിരുന്ന വെച്ചാൽ ഒരു ഐക്കൺ നമ്മുടെ ഷെയർ ഷീറ്റിൽ വന്ന എയർ ഡ്രോപ്പിൻ്റെയാണ്. ഇവിടെ ഷെയർ ഷീറ്റ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ ചിഹ്നം നോക്കുമ്പോൾ മനസ്സിലാവും പുതിയ ഒരു ലുക്കിലേക്കാണ് എയർ ഡ്രോപ്പിൻ്റെ ചിഹ്നം വന്നിരിക്കുന്നത്. ഇത്രയും നാൾ നമ്മൾ കണ്ട ആ ഒരു iOS 18 വരെയും ഉണ്ടായിരുന്ന ഐക്കണിൽ നിന്ന് പുതിയ ഒരു ഡിഫറെൻറ്റ് ലുക്കിലേക്ക് എയർ ഡ്രോപ്പിൻ്റെ ചിഹ്നം ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വാൾപേപ്പറിലും ഒരു പുതിയ മാറ്റം വന്നിട്ടുണ്ട്. സെറ്റിങ്സ് എടുക്കാം. ഈ പറഞ്ഞ വാൾപേപ്പർ സെക്ഷനിൽ പോയി കണ്ട് ഒരു പുതിയ വാൾപേപ്പർ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു പുതിയ വാൾപേപ്പർ ആഡ് ചെയ്യാൻ പോയി. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പൊക്കത്ത് ക്യാൻസൽ എന്ന് പറയുന്ന ഒരു പുതിയ ബട്ടൺ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഈ ഒരു ബട്ടൺ
ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ യൂഷ്വലി കഴിഞ്ഞ അപ്ഡേഷൻ വരെ നമുക്ക് ഈ ഒരു ക്യാൻസൽ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ വാൾപേപ്പർ സെക്ഷനിലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്നിരുന്ന ചേഞ്ച് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. നേരെ ആപ്പിൾ മ്യൂസിക് എടുക്കാം. ഇവിടെ കാണുന്ന ഈ എലമെൻറ്റ്സ് ഇല്ലേ, ഇവിടെയാണ് ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്തു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അതൊരു മിനിമൽ ലുക്കിലേക്ക് താഴത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ബേറ്റ് വരെ നമുക്ക് സ്ക്രോൾ ചെയ്ത് പൊക്കത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ഓപ്ഷൻ തിരിച്ച് പോപ്പപ്പ് ആയിട്ട് വരുമായിരുന്നു. ഇപ്പോൾ അത് പോയി കഴിഞ്ഞാൽ തിരിച്ച് സ്ക്രോൾ ചെയ്താൽ വരില്ല. അല്ലാത്ത പക്ഷം ഏറ്റവും താഴത്ത് ബോട്ടം എത്തുമ്പോഴാണ് ആ ഒരു ഓപ്ഷൻ നമുക്ക് പോപ്പപ്പ് ആവുന്നത്. അതിനുശേഷം നമ്മൾ ടോപ്പ് വരെ എത്തുന്നവരെ ഈ ഒരു ഫങ്ഷണാലിറ്റീസ് നമുക്കുണ്ടാകും. ഇപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് പോയി, പിന്നെ തിരിച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കത് ഉണ്ടാവില്ല. ഇനി ഇൻ ബിറ്റ്വീൻ നമുക്ക് ആ ഒരു ഓപ്ഷൻ വേണമെന്നാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഓപ്ഷൻസും ഫങ്ഷണാലിറ്റീസും നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു മാറ്റം കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പേഴ്സണലി എനിക്കും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് നമുക്ക് ഇതേപോലെ പൊക്കത്തേക്ക് പോകണമെങ്കിൽ താഴത്തേക്ക് വരും സ്ക്രോൾ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ ഇപ്പോൾ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. മേ ബി അടുത്ത അപ്ഡേറ്റിൽ അത് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഗെയിമേഴ്സിനും ഗെയിമിംഗ് മോഡിനും ഒരു പുതിയ ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇവിടെ നമുക്ക് ഗെയിംസ് എന്ന ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യാം. നമ്മളുടെ എല്ലാ ആപ്ലിക്കേഷൻസും ഗെയിമിംഗ് ആപ്ലിക്കേഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഗെയിം കളിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷനുകൾ പുതിയ ഒരു ചെറിയ ടോഗിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം ആക്സസ് ഗെയിമിൻ്റെ ബാക്കി കാര്യമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കൺട്രോൾ സെൻറ്ററിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇവിടെ മനസ്സിലാവും. കണ്ടോ, ഗെയിം ഓവർലേ എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും. ഗെയിം ഓവർലേ എന്ന് പറഞ്ഞ ചെറിയൊരു ടോഗിൾ, ഒരു ഫോക്കസ് മോഡ് പോലെ ചെറിയ ഓപ്ഷൻ ഇവിടെ ഗെയിമിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു ചേഞ്ചും iOS 26 വന്നിട്ടുണ്ട്. ഗെയിമേഴ്സിന് കുറച്ചുകൂടെ ഗെയിം ഒപ്റ്റിമൈസ്ഡ് ആക്കാനും ഈ ഒരു ഓപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന നമുക്കിപ്പോൾ റൂമറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ ഇപ്പോൾ കളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഐഫോണിൽ എത്ര സ്മൂത്തായിട്ടാണ് ഗെയിമിംഗ്. അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ പറഞ്ഞ ഗെയിമിംഗ് മോഡ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്ത അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ഡൈനാമിക് ഐലൻഡുള്ള ഡിവൈസിലാണ്. ഡൈനാമിക് ഐലൻഡിൽ ഇനി മുതൽ 20% താഴത്തേക്ക് ബാറ്ററി പോകുമ്പോൾ ഒരു ചെറിയ പോപ്പ് ഇവിടെ നിങ്ങൾക്ക് വരും. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ആനിമേഷൻ ലോ പവർ മോഡിനും നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ iOS 26 അഡാപ്റ്റീവ് ബാറ്ററി എന്ന് പറഞ്ഞ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇനി മുതൽ ചെറിയൊരു പോപ്പപ്പ് നിങ്ങൾക്ക് വരും. ഈ അഡാപ്റ്റീവ് ബാറ്ററി നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടിൽ കുറേയധികം കാര്യങ്ങൾ ട്വീക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് iOS 26 ഈ പറയുന്ന അഡാപ്റ്റീവ് ബാറ്ററി ഫംഗ്ഷനാലിറ്റി ഉള്ള ഡിവൈസുകൾക്ക് മാത്രമാണ് വരിക. ഇനി ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം മാറ്റങ്ങളും ബഗ് ഫിക്സസും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നേരെ നമ്മുടെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. ഫീഡ്ബാക്ക് ആപ്പ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ iOS 26 ആ ഒരു പബ്ലിക് റിലീസ് നോട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ന്യൂ ഫീച്ചറും പിന്നീട് അതിൻ്റെ റിസോൾവ്ഡ് ഇഷ്യൂസും കാണാൻ പറ്റും. കുറേയധികം റിസോൾവ്ഡ് ഇഷ്യൂസ് ആപ്പിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പറഞ്ഞ വേറെ കുറച്ചധികം നോൺ ഇഷ്യൂസും അതോടൊപ്പം റിസോൾവ്ഡ് ഇഷ്യൂസും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എയർപ്ലേയിൽ ഈ പറഞ്ഞ ഓട്ടോ മിക്സിൻ്റെ ഒരു നോൺ ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. അതിൽ ആപ്പ് സ്റ്റോറിൽ ഒരു പുതിയ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേയധികം ഓപ്ഷൻസ് ആപ്പിൾ ഇൻ്റലിജൻസിൽ ഇതേപോലെ ഫ്രെയിം വർക്കിൻ്റെ കുറേ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കുറേ കാര്യങ്ങൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാ റിസോൾവ്ഡ് ഇഷ്യൂസും നോൺ ഇഷ്യൂസും ഇവിടെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ബഗ്ഗോ ബാക്കി കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും റിപ്പോർട്ട് ചെയ്യാം. കാരണം ആപ്പിൾ നിങ്ങളുടെയും എൻ്റെയൊക്കെ ഈ ഒരു ഫീഡ്ബാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് മാക്സിമം കുറേയധികം പുതിയ പുതിയ ബഗ്ഗുകളും നേരത്തെ ഉണ്ടായ ബഗ്ഗുകളും റിസോൾവ് ചെയ്യാനും നമുക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഓരോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരാനും ഹെൽപ്പ് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ നിങ്ങൾക്ക് ബഗ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഫീഡ്ബാക്ക് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എന്തായാലും ആപ്പിളിനെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അപ്ഡേഷൻ എനിക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ബീറ്റ 3ഉം 4ഉം എനിക്ക് കുറച്ചധികം ക്ലട്ടറിങ് ഉണ്ടായിരുന്നു. 1 and 2ഉം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, മുട്ടം ബഗ്ഗായിരുന്നു. പക്ഷേ ബീറ്റ 5ലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഈ പറഞ്ഞ ഒപ്റ്റിമൈസേഷനും പെർഫോമൻസ് കുറച്ചും സ്മൂത്തുമായിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട്. വേറൊരു കാര്യം, ഇത് iPhone 11 ആണ്. iOS 26 എന്ന് പറഞ്ഞ അപ്ഡേഷൻ
പുതിയ ഡിവൈസുകൾക്കും പുതിയ മോഡൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് പരിമിതികളും സ്ലോ ആവാനുള്ള ടെൻഡൻസിയും ഈ ഒരു ഡിവൈസിന് എന്തായാലും ഉണ്ടാവും. പക്ഷേ എന്നാലും എനിക്ക് സ്മൂത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ ഇത്രയും നേരവും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ നേരെ സെറ്റിങ്സ് എടുക്കാം. നമ്മുടെ ബാറ്ററി ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും എൻ്റെ ലാസ്റ്റ് 100% ചാർജ് എത്തിയത് 1 മണിക്കൂർ മുമ്പാണ്. ആൻഡ് അത്യാവശ്യം ഞാൻ എൻ്റെ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട് ഗെയിമിംഗ് പർപ്പസിനും ബാക്കി എല്ലാ കാര്യത്തിനും ഈ ഒരു ഡിവൈസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫോൺ അപ്ഡേറ്റ് ചെയ്ത ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് ചൂടായി, എസ്പെഷ്യലി ഈ പറഞ്ഞ ബാറ്ററിയുടെ കാര്യത്തിൽ. ബാറ്ററി നമുക്കറിയാവുന്ന പോലെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഡിവൈസ് ചൂടാവും, അത് കോമൺ ആണ്. അല്ലാത്ത പക്ഷം എനിക്ക് ഇപ്പം ഇത്രയും തന്നെ ഷൂട്ട് ചെയ്തിട്ടും ഇവിടെ വലിയൊരു ചൂടോ സൈഡ് ഗ്രില്ലിൽ വലിയ ചൂടോ ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തേർമൽ ഇഷ്യൂസും അത്യാവശ്യം സെറ്റിൽ ഔട്ട് ആയിട്ട് തന്നെയാണ് iOS 26ൻ്റെ ഈ ഒരു ബീറ്റയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി കുറേ പേർക്ക് അറിയേണ്ടത് എന്നാണ് ഒഫീഷ്യൽ iOS 26 നമുക്ക് റിലീസ് ആവുക, ഞങ്ങൾക്ക് എന്ന് ഈ പറഞ്ഞ അപ്ഡേഷൻ ഹാൻഡ്സ് ഓൺ യൂസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു ഉത്തരവുണ്ട്, പ്രോപ്പറായ ഒരു ആൻസർ. അതെങ്ങനെയെന്നല്ലേ, നേരെ നമ്മുടെ കലണ്ടറിലേക്ക് പോകാം. ഇനി ഈ ഒരു മന്ത് എന്തായാലും നമുക്ക് പുതിയ ബീറ്റാസ് റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. iOS 26ൻ്റെ അടുത്ത ബീറ്റ 6 നെക്സ്റ്റ് വീക്കിൽ നമുക്ക് റിലീസ് ആവും. അതിൻ്റെ കൂടെ തന്നെ iOS 18.7ൻ്റെയും പുതിയ ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും iOS 18.7ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്യും. അതിനുശേഷം എന്നാണ് ഒഫീഷ്യൽ iOS 26 നമുക്ക് ലഭിക്കുക? സെപ്റ്റംബർ 9 ആയിരിക്കും പുതിയ ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവൻറ്റിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ ഡേറ്റ് തരും. ആ ഒരു ഡേറ്റ് ആണ് സെപ്റ്റംബർ 15 എന്ന് പറയുന്നത്. ഇവൻറ്റ് കഴിഞ്ഞ് 1 വീക്കിന് ശേഷമായിരിക്കും ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ മിക്കവാറും സെപ്റ്റംബർ 15 ഇന്ത്യൻ ടൈം രാത്രി 10 നമുക്ക് ഒഫീഷ്യൽ iOS 26ൻ്റെ അപ്ഡേഷൻ ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് കിട്ടിയ റിപ്പോർട്ടിൽ നിന്നും ലീക്സിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയതാണ്. ഒഫീഷ്യൽ അപ്ഡേഷൻ അങ്ങനെ തന്നെ ലഭിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സെപ്റ്റംബർ 15 എന്ന ഡേറ്റിലാവും തന്നെ നമുക്ക് പുതിയ അപ്ഡേറ്റ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്, റിപ്പോർട്ടും ലീക്സും എല്ലാം റൂമേഴ്സാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഹോപ്പ്ഫുള്ളി സെപ്റ്റംബർ 15 തന്നെ ഈ ഒരു അപ്ഡേഷൻ റിലീസ് ആവുകയാണെങ്കിൽ എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് iOS 26ൻ്റെ ബീറ്റ 5ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. And thank you so much for watching this whole video. This is Ebin Xavier signing from Evika.